ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജസ്ന സലീം എന്ന കണ്ണൻ്റെ രാധ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കാനാണ് അവൾ ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ അവളുടെ വീഡിയോ കണ്ടിട്ട് അവൾക്കൊന്ന് അറിയിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ? ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാന്ന് കരുതി നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്തിന് അഭിപ്രായം ചോദിക്കണം എന്നുള്ള കമന്റ് തീർച്ചയായിട്ടും വരും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചേക്കാമെന്ന്. കാരണം എന്താ വെച്ചാല് എന്നെ കുറിച്ച് വേവലാതി എന്റെ മാതാപിതാക്കളിനെക്കാട്ടിലും എന്റെ ഭർത്താവിനെക്കാട്ടിലും ഒക്കെ നിങ്ങളിൽ ഓരോരുത്തർക്കാണല്ലോ എന്നെ കുറിച്ചുള്ള ആദ്യം ഉള്ളത്. അപ്പൊ പിന്നെ ഞാൻ കരുതി നിങ്ങളോട് തന്നെ ചോദിച്ചേക്കാമെന്ന്. എന്താണല്ലേ, അതെ, പലർക്കും ഉള്ളൊരു ടെൻഷൻ എന്താ വെച്ചാല് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോവോ സ്വർഗത്ത് പോവോ എന്നുള്ളതാണ്. അപ്പൊ അവരോട് ഞാൻ അതിൻ്റെതായിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ട് നിലവിൽ ഞാൻ സ്വർഗത്തിലാണ് താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാല് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ എന്നെ 10 പേര് അറിയുന്നത് കൊണ്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നോണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പം സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാനുള്ള ഏക കാരണം എന്റെ മാതാപിതാക്കളാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു മാതാപിതാക്കൾ എവിടെയാണോ അപ്പുറം ഒരു സ്വർഗം എനിക്ക് താല്പര്യമില്ല. കാരണം കുട്ടിക്കാലം തൊട്ടേ കേട്ടു വളർന്ന ഒരു സംഭവമുണ്ട്, ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന്. ആ മാതാപിതാക്കളെ നോക്കുന്ന ആൾക്കാർക്കാണ് സ്വർഗം കിട്ടുകയെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെ സ്വർഗത്തിലേക്കുള്ള ആ ലിസ്റ്റില് മുൻഗണന എനിക്ക് ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ഇപ്പൊ എല്ലാരും പറയുന്നത്. ഓൾറെഡി എനിക്ക് നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ആയി എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യല്ലേ. നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഒരു സീറ്റ് റിസർവ് ആയി എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയുമ്പോൾ അതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങളിൽ ഓരോരുത്തരെത്തുന്നേക്കാട്ടിലും മുമ്പായിട്ട് എനിക്ക് അവിടെ നരകത്തിലേക്ക് നല്ലൊരു സീറ്റ് തന്നെ പിടിച്ചു വെക്കാമല്ലോ. പിന്നെ അവിടുത്തെ വിറക് കൊള്ളിയാണ് എന്ന് പറയുന്നത്. വിറകിനൊക്കെ ഇപ്പൊ എന്താ മക്കളെ വില അറിയോ? നിങ്ങള് വിറക് വാങ്ങാൻ പോയി നോക്കണം, അപ്പേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. പോരാത്തതിന് നരകത്തിലാണെങ്കിൽ പോലും നയിച്ചിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഞാന് നമ്മുടെ ദൈവം തമ്പുരാനോട് പറഞ്ഞിട്ട് ചെറിയൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്താ വെച്ചാല് നരകത്തില് ഇപ്പൊ എല്ലാരും ഈ വറുത്തു പോരുക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വറുത്തു പോരാനുള്ള എണ്ണ അത് ഞാൻ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് ഏകദേശം ഓക്കെ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് തന്നെ ആ ഒരു എനിക്ക് തന്നേക്കാം, നരകത്തിലേക്കുള്ള എണ്ണ ഞാനാണ് ഇറക്കി. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാട്ടോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ജോലി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് ഇടുക കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, നിന്റെ കൂടെ ഉണ്ടല്ലോ ഒരു വാലാട്ടി. പലരും പറയുന്നത് ടെൻഷൻ എന്താണെന്നറിയോ? അവനെ വിളിച്ചാൽ ഞാൻ മരിച്ചാല് എന്നെ എവിടെ കബറടക്കും? ആർക്ക് ടെൻഷൻ? അതൊക്കെ നിന്റെ തോന്നല മോളെ. വീടിന്റെ പുറകില് കുയുകുത്തിങ്ങാനും മൂടുവോ, അല്ലെങ്കിൽ വീടിന്റെ തെക്കേ വശത്ത് കൊണ്ടുപോയി കത്തിക്കോ? ഇതൊക്കെയാണ് എല്ലാവരുടെയും ടെൻഷൻ. എന്റെ കാര്യത്തില് ഒരു ടെൻഷൻ അത് നിന്റെ തോന്നല. ഞങ്ങൾ പറഞ്ഞില്ല, നിന്റെ തോന്നല. ഇല്ലാത്ത ടെൻഷനാണ് ഈ നാട്ടുകാർക്ക്. നിന്റെ ഭർത്താവ് എവിടെയാണ്? പേരില് ഭർത്താവ്, ആ മറിഞ്ഞിരിക്കുന്ന മഹാൻ എവിടെ പോയി? പറ്റൂട്ടോ. അപ്പൊ അത് നിന്റെ ഇഷ്ടം. അപ്പൊ ഈ കോയമാർക്കൊക്കെ എന്താ വെച്ചാല് എന്നെ ഈ പള്ളി കമ്മിറ്റി അങ്ങ് പുറത്താക്കും, പിന്നെ ഞാൻ എവിടെ 6 അടി മണ്ണിൽ ഉറങ്ങും എന്നുള്ളൊക്കെ ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പള്ളി പരിസരത്താണെങ്കിൽ അതുകൊണ്ടാണ് പള്ളിക്കാട് എന്ന് പറയുന്നത്. ഈ പള്ളി പരിസരത്തുള്ളത് മണ്ണാണ്, നമ്മുടെ വീടിന്റെ പുറകുവശത്തും ഉള്ളത് മണ്ണാണ്. അവിടെ ഒരു 6 അടി മണ്ണ് മാന്തിയിട്ട് അവിടെ കിടക്കാനും എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അത് വേണ്ട. നീ എവിടെയെങ്കിലും കിടന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പള്ളിക്കാട്ടിലേക്ക് എന്നായിരിക്കും ഞാൻ പോവുക, അതിനും ഞാൻ വേണ്ടാന്ന് വെക്കുക. എല്ലാവരുടെയും പള്ളിക്കാട്ടിൽ എന്തായാലും കേട്ടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കത്തിക്കാനോ? ടെൻഷൻ നീ പറഞ്ഞില്ല. ആർക്ക് ടെൻഷൻ? വീടിന്റെ പുറകുവശത്ത് കുറച്ച് 6 അടി മണ്ണ് മാന്തിയിട്ട് അവിടെ വെക്കുകയാണോ, അല്ലെ എന്റെ മഹൽ കമ്മിറ്റി കയറ്റോ? ഇതൊക്കെ അഭിപ്രായം ചോദിക്കുക. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി അങ്ങ് കൊടുത്താലോ എന്ന്, അതിനങ്ങ് എഴുതി കൊടുത്താലോ എന്ന് വിചാരിക്കാം. പിന്നെ ആർക്കും ഒരു ഉപകാരമായി. ഞാൻ വീടിൻ്റെ പുറകു വശത്ത് കിടക്കുകയാണോന്നോ, അല്ലെങ്കിൽ പള്ളിക്കാട്ട് കിടക്കുകയാണോന്നോ, അല്ലെങ്കിൽ എന്നെ വിറക് വെച്ച് കത്തിക്കുമെന്നോ, ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇതിനോടകം നിറഞ്ഞതിൻ്റെ അതിൽ അദ്ദേഹത്തിന്റെ കണ്ണും കരളും എന്തൊക്കെ സാധനങ്ങൾ ഡൊണേറ്റ് അദ്ദേഹത്തിനോട് ഞാൻ പറയും, മാത്രം ശരീരം മാത്രം നിങ്ങൾ ആർക്കും പഠിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാല് ആ പാവത്തിനെ ഒപ്പം ഇരിക്കുന്ന അവനും എന്തോ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ ഒരു തോന്നൽ ദാനം ചെയ്തു വെച്ചതാട്ടോ. മരണശേഷം കൊടുത്തോളാനൊക്കെ ഉള്ള എന്തോ സൈൻ ചെയ്ത് വെച്ച പാർട്ടി ത്രൂ അവരൊക്കെ ചെയ്തു വെച്ചതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാനും ആ കാര്യത്തിന് അങ്ങ് ഇറങ്ങിയാലോ. കാരണം എൻ്റെ മരണശേഷം എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർ പഠിച്ചോട്ടെ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരവാടാവുമല്ലോ. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് എന്നെ പള്ളിക്കാറ്റ് കയറ്റി ചോദിക്കാൻ വന്നിട്ട് വേണ്ടേ, എന്നെ വീടിൻ്റെ വീട്ടിൽ വെച്ച് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നെ കത്തിച്ച് എന്ന് പറഞ്ഞിട്ട് കളിയാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ലൊരു കാര്യത്തിലേക്ക് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് അറിയണം. അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും ഞങ്ങളെ അഭിപ്രായം ആര് പറഞ്ഞത്? ഞങ്ങള് നിന്നോട് അഭിപ്രായം ഞങ്ങൾ പറയാൻ 10 പിള്ളേർക്ക് നമ്മളായിട്ട് പഠിക്കാൻ അവസരം കൊടുക്കും. നിങ്ങൾ പോരട്ടെ, ഓരോരോ അസംഗോയക്കാരുടെ റിയാക്ഷൻ വീഡിയോസും പോന്നോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ഈ റിയാക്ഷൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഇത് ചെയ്യുന്നത്. അപ്പോൾ ജസ്ന സലീമിൻ്റെ വാക്കുകൾ എല്ലാവരും നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇവൾ മരിച്ചാൽ നമ്മളെല്ലാവരും കടിപിടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്.